ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അപ്പർ സിയാങ് പ്രൊജക്ട്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, ഡിജി യാത്ര, എക്സസൈസ് വരുണ, അഗ്നി 4. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പർ സിയാങ് പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അപ്പർ സിയാങ് പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ അപ്പർ സിയാങ് പ്രൊജക്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അരുണാചൽ പ്രദേശിൽ ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഉള്ള വലിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ആണ് ബേസിക്കലി അപ്പർ സിയാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് ഈ അരുണാചൽ പ്രദേശിൽ ഒരുപാട് ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ്റെ കുറേ കൾച്ചറൽ സൈറ്റുകളൊക്കെ ഇത് കാരണം നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് വലിയ രീതിയിലുള്ള ഒപ്പോസിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള ചില ഗവൺമെൻറ് ഒഫീഷ്യൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 7 വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രൊജക്റ്റുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതോറും ഇതിനെതിരായിട്ടുള്ള ഒപ്പോസിഷൻ കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസസ് ഇനിയും നിങ്ങൾ കാണും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ അപ്പർ സിയാങ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ അപ്പർ സിയാങ് ഡിസ്ട്രിക്റ്റിനകത്ത് ഒരു സിയാങ് റിവർ എന്ന് പറയുന്ന റിവർ ഉണ്ട്. ആ സിയാങ് റിവറിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഒരു ലാർജ് സ്കെയിൽ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഈ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിനകത്ത് ഇപ്പോൾ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിനകത്ത് പറയുന്നത് ഇതൊരു 10 ജിഗാവാട്ട് ഫെസിലിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 10,000 മെഗാവാട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം നിലവിൽ ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് ഹൈഡ്രോ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 46.8 ജിഗാവാട്ടാണ്. അപ്പം നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ടോട്ടൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ്റെ 1/4 പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ പ്രൊജക്റ്റ് ആണിതെന്ന് മനസ്സിലാക്കുക. അപ്പം അത്രയും നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുന്ന സമയത്ത് മാസീവ് സ്കെയിലുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ആണ് ഈ അപ്പർ സിയാങ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഈ പറയുന്ന പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ആയിട്ട് മാറാൻ പോകുന്നത് ഈ അപ്പർ സിയാങ് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഡാമാണ്. ഓക്കെ, അപ്പോൾ ഈ അപ്പർ സിയാങ് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ യാർലുങ് സാങ്പോ ഗ്രാൻഡ് കാനിയൻ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അവിടെയാണ് ഈ മെഡോങ് ഡാം എന്ന് പറയുന്ന പ്രൊജക്റ്റ്, ഈ പറയുന്ന അപ്പർ സിയാങ് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഡാമിന്റെ പേര് മെഡോങ് ഡാം എന്നാണ്. അപ്പോൾ ഈ പറയുന്ന പ്രൊജക്റ്റിന്റെ ഒരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം സിയാങ് റിവറിൽ ചൈന ഇതിനെക്കാട്ടിലും വലിയ ഏകദേശം 40-ൽ കൂടുതൽ വരുന്ന ജിഗാവാട്ട് കേപ്പബിലിറ്റിയുള്ള വലിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വൺസ് ചൈനയുടെ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ചൈന ഈ ടിബറ്റൻ ഓട്ടോണമസ് റീജിയനിലാണ് ഈ പ്രൊജക്റ്റ് ചൈന ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിയാങ് റിവറിന്റെ അപ്പർ റീജസിലാണ് അവർ ഈ പറയുന്ന ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ചൈന വൺസ് ഈ പറയുന്ന അവരുടെ ഡാമിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോവർ റീച്ചസിലുള്ള ഇന്ത്യയിലേക്കുള്ള വാട്ടർ സപ്ലൈ കുറയും. അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ ഇന്ത്യയുടെ ഈ പ്രൊജക്റ്റിന് പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ചൈന അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ലോവർ റീച്ചസിലേക്കുള്ള വാട്ടർ സപ്ലൈ ഇന്ത്യക്ക് ഒരു പരിധി വരെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ ചൈനയുടെ പ്രൊജക്റ്റ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് IMEC അല്ലെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒന്നിലധികം പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ IMEC എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7 ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അല്ലെങ്കിൽ IMEC എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യനെ മിഡിൽ ഈസ്റ്റുമായിട്ടും അതുവഴി യൂറോപ്പുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു പ്രപ്പോസ്ഡ് എക്കണോമിക് കോറിഡോർ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യനെ കടൽ വഴി അല്ലെങ്കിൽ സീ റൂട്ട് വഴി മിഡിൽ ഈസ്റ്റുമായിട്ട് ഇത് കണക്ട് ചെയ്യും. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആദ്യം ലാൻഡ് റൂട്ട് വഴി ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിന്റെ അറേബ്യൻ പെനിൻസുലാർ റീജിയനെ മെഡിറ്ററേനിയൻ കോസ്റ്റുമായിട്ട് ഇസ്രായേലുമായിട്ട് കണക്ട് ചെയ്യും. അവിടുന്ന് കടൽ വഴി യൂറോപ്പിലുള്ള ഗ്രീസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എക്കണോമിക് കോറിഡോർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ മാരിടൈം ട്രേഡ് മാത്രമല്ല ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഉദാഹരണത്തിന് മാരിടൈം കോറിഡോർസ്, റെയിൽവേ ലൈൻസ്, സീ ലൈൻസ്, അതുപോലെ തന്നെ സംടൈംസ് ഈ പറയുന്ന മറ്റുള്ള ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന കേബിൾസും കാര്യങ്ങളൊക്കെ, അണ്ടർ സീ കേബിൾസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു IMEC പ്രൊജക്റ്റിന് 2
ബേസിക്കലി രണ്ട് പ്രൊജക്റ്റുകൾ കമ്പൈൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ രണ്ട് പാർട്ടുകൾ കമ്പൈൻ ചെയ്യുന്നതാണ്. ഒന്ന് ഒരു ഈസ്റ്റ് കോറിഡോർ ആണ്. ഈസ്റ്റ് കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യനെ അറേബ്യൻ ഗൾഫുമായിട്ട് അല്ലെങ്കിൽ ഈ പേർഷ്യൻ ഗൾഫുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഈസ്റ്റ് കോറിഡോർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നോർത്തേൺ കോറിഡോർ ആണ്. നോർത്തേൺ കോറിഡോർ എന്ന് പറയുന്നത് ഈ അറേബ്യൻ പെനിൻസുലിനെ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നോർത്തേൺ കോറിഡോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി കേബിൾ, ഹൈഡ്രജൻ പൈപ്പ് ലൈന്, അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഡാറ്റ കേബിൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് US ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫോർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ PGII എന്ന് പറയുന്ന മറ്റൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആ PGIIയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാൻ പോകുന്ന ഒന്നാണ് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യയിലുള്ള കോൺഫ്ലിക്റ്റ് കാരണം, ഈ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ കാരണം ഇതിന് ഇംപ്ലിമെന്റേഷൻ ഏകദേശം ഒരു തരത്തിൽ നിന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇത് അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ കംപ്ലീറ്റ് ആവത്തോടത്തോളം ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന G20 സമ്മിറ്റിന്റെ സമയത്താണ് ഈ IMSC പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ ഈ പാർട്ട്ണർഷിപ്പ് ഫോർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ PGIIയെ കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ PGII എന്ന് പറയുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ പവേഴ്സ് ഇനീഷ്യേറ്റീവ് എടുത്ത് നടപ്പിലാക്കുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവർ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ അതായത് ഈ എസ്പെഷ്യലി ഗ്ലോബൽ സൗത്തിലൊക്കെ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് വേൾഡിൽ ആഫ്രിക്ക പോലുള്ള കോണ്ടിനെന്റുകളിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഈ PGII എന്ന് പറയുന്നത്. 2021 G7 സമ്മിറ്റ് UK വെച്ച് നടക്കുന്ന സമയത്താണ് ഇത് ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. പിന്നീട് തൊട്ടടുത്ത വർഷം 2022 G7 സമ്മിറ്റ് ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന സമയത്താണ് ഈ PGII ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ PGII ഇനീഷ്യേറ്റീവിനകത്ത് പറയുന്നത് ഈ 2027 ആകുമ്പോഴേക്കും G7 രാജ്യങ്ങളും അവരുമായിട്ട് അലൈൻ ചെയ്യുന്ന മറ്റുള്ള രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഏകദേശം $600 ബില്യൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മൊബിലൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന $600 ബില്യൺ ഇവർ ജനറേറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മൊബിലൈസ് എന്ന് പറയുമ്പോഴും ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലാണ്. ഇത് ഗവൺമെന്റുകളല്ല $600 ബില്യൺ കണ്ടെത്തുന്ന പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടി ചേർത്തിട്ടാണ് ഈ $600 ബില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ്. രണ്ട്, നമ്മൾ ഈ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനകത്ത് വരെ ഏകദേശം $900 ബില്യൺ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രക്ചറിൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അത് ഏകദേശം $1 ട്രില്യൺ അടുത്ത് അവർ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ചെറിയ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഏകദേശം പകുതി സൈസ് മാത്രമേ ഇതിനുള്ളൂ. രണ്ടാമത്തത് $600 ബില്യൺ ഇവർക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ് എന്നുള്ളൊരു പ്രശ്നം കൂടി PGIക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിനെ കുറിച്ചാണ്. അപ്പോൾ ടെക്നിക്കൽ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 ഒരു വാർത്തയുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിൻ്റെ എക്സ്പോർട്ട് ഒരു $10 ബില്യൺ ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. 2030 ആകുമ്പോഴേക്കും ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈലിനെ കുറിച്ചും ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈലിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിന്റെ എക്സ്പോർട്ടും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ഫങ്ഷണൽ ഫാബ്രിക്സ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ നോർമൽ ടെക്സ്റ്റൈൽസിന് പകരം മറ്റുള്ള തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ യൂസേജിനൊക്കെ പറ്റുന്ന മറ്റുള്ള സെക്ടേഴ്സിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇപ്പോൾ കാറുകളിൽ യൂസ് ചെയ്യുന്ന സീറ്റ് ബെൽറ്റുകൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ അത്തരത്തിൽ ഓട്ടോമൊബൈൽ, സിവിൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ പോലുള്ള സെക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ ഫാബ്രിക്കുകളെയാണ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും 12 സെഗ്മെന്റ്സ് ഓഫ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ആണ് ഈ യൂസേജിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളത്. ഇപ്പോൾ മൊബൈൽ ടെക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പോൾ സീറ്റ് ബെൽറ്റിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജിയോ ടെക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സോയിൽ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഈ കയർ ബേസ് ചെയ്തിട്ടുള്ള നെറ്റുകളൊക്കെ ഇടുന്ന ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ബേസിക്കലി ജിയോ ടെക്സ്റ്റൈലാണ്. ഓക്കെ, അതായത് സോയിൽ സ്റ്റെബിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് മനസ്സിലാക്കുക. ഇനി ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് 2020-21 തൊട്ട് 23-24 വരെയുള്ള ഒരു 4 വർഷ കാലഘട്ടത്തിലേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മിഷന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1480 കോടി രൂപയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്ങിനകത്ത് ഒരു ഗ്ലോബൽ ലീഡറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്
ഈ നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2024 ആകുമ്പോഴേക്കും ഒരു $40 to $50 ബില്യൺ ലോക്കൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെക്ടറിനകത്ത് ഈ ലോക്കൽ മാർക്കറ്റിനകത്ത് ഒരു 15 to 20% ആനുവൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രോഡ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരതിൻ്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡിജി യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഡിജി യാത്രക്കകത്ത് കുറച്ച് ഒരു 9ഓളം പുതിയ എയർപോർട്ടുകളും കൂടി ആഡ് ചെയ്തതായിട്ടുള്ളൊരു കാര്യം ഇന്നലത്തെ PIBക്കകത്ത് ഒരു പ്രസ് റിലീസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 9 എയർപോർട്ടുകളും കൂടി ആഡ് ചെയ്തതോട് കൂടിയിട്ട് ഡിജി യാത്രയിലുള്ള എയർപോർട്ടുകളുടെ എണ്ണം ഇപ്പോൾ 24 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിജി യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഒരു വളണ്ടറി ബേസിസിലുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അത് അല്ലെങ്കിൽ ബയോമെട്രിക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ പോലുള്ള ബയോമെട്രിക് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് എയർപോർട്ടിനകത്ത് സീംലെസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ഡിജി യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വളണ്ടറി ബേസിലുള്ള ഇനീഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഈ എയർപോർട്ടിനകത്തുള്ള ബോർഡിംഗ് പാസ് എടുക്കുക, മറ്റുള്ള പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പറ്റും. അതായത് പേപ്പർലെസ് ആയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ 3 എയർപോർട്ടുകളിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2022 ഇത് ലോഞ്ച് ചെയ്യുന്നത്. പിന്നീട് ഈ എയർപോർട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഇപ്പോൾ 24 എയർപോർട്ടുകൾ, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി 9 എയർപോർട്ടുകൾ ആഡ് ചെയ്തിട്ട് മൊത്തം 24 എയർപോർട്ടുകളിൽ ഇപ്പോൾ ഈ ഡിജി യാത്ര ഇനീഷ്യേറ്റീവ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എക്സസൈസ് വരുണയെ കുറിച്ചാണ്. അപ്പോൾ ഈ എക്സസൈസ് വരുണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇന്നലത്തെ PIBക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എക്സസൈസ് വരുണയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് വരുണ എന്ന് പറയുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തുന്ന ഒരു ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. ഇത് 1993 ഈ ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് 2001 ഈ ബൈലാറ്ററൽ നേവൽ എക്സസൈസിൻ്റെ പേര് എക്സസൈസ് വരുണ എന്നാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ 2024 എഡിഷൻ, അതായത് ഈ വർഷത്തെ ഇതൊരു ആനുവൽ എക്സസൈസ് ആണ്. ഈ വർഷത്തെ എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മെഡിറ്ററേനിയൻ സീലാണ്. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് നേവൽ എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇന്ത്യയും ഫ്രാൻസും കൂടി ചേർന്ന് നടത്തുന്ന മറ്റുള്ള ചില മിലിറ്ററി എക്സസൈസുകളുണ്ട്. അതിൻ്റെയും കൂടി പേരെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ റീസെൻ്റ്ലി നടത്തിയിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഫ്രിഞ്ചെക്സ് എന്ന് പറയുന്നത്. സോ ഫ്രിഞ്ചെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും ആർമീസ് തമ്മിൽ ട്രിവാൻഡ്രത്തുള്ള പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 2023 കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആർമി ജോയിൻറ്റ് എക്സസൈസ് ആണ്. അതുപോലെ തന്നെ എക്സസൈസ് ശക്തി എന്ന് പറയുന്ന മറ്റൊരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ഇന്ത്യയും ഫ്രാൻസും കൂടി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും ഫ്രാൻസും UAEയും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ട്രൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസ്. അപ്പോൾ ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് Agni-4 ബാലിസ്റ്റിക് മിസൈൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് ഈ Agni-4 ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തതായിട്ടുള്ളൊരു കാര്യം PIBക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് Agni-4നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ Agni-4 എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഫാമിലി ആയിട്ടുള്ള അഗ്നി ഫാമിലി പെടുന്ന 4ാമത്തെ മിസൈലാണ് Agni-4 എന്ന് പറയുന്നത്. സോ ഇതൊരു സോളിഡ് ഫ്യൂവൽ യൂസ് ചെയ്യുന്ന 2 സ്റ്റേജസ് ഉള്ള ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് Agni-4 എന്ന് പറയുന്നത്. ഏകദേശം 4000 കിലോമീറ്ററാണ് Agni-4ൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ 2010-11 ആ സമയത്താണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് Agni-2 പ്രൈം എന്നുള്ള പേരിലാണ്. അതായത് Agni-2 എന്ന് പറയുന്നത് ഒരു MRBM ആണ്, അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തൊരു വേർഷനായിട്ടാണ് Agni-2 പ്രൈം വരുന്നത്. അതിൻ്റെ പേരാണ് പിന്നീട് Agni-4 എന്നാക്കിയിട്ട് മാറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ഈ Agni പ്രൈം എന്ന് പറയുന്ന മറ്റൊരു മിസൈലുണ്ട്, അതുമായിട്ട് തന്നെ മാറിപ്പോരുത്. Agni-2 പ്രൈം എന്നാണ് Agni-4 നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ Agni-4 എന്നറിയപ്പെടുന്നു. 4000 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഈ അഗ്നി സീരീസിലുള്ള മറ്റു മിസൈലുകൾ പോലെ തന്നെ ന്യൂക്ലിയർ വാർഹെഡ്സും കൺവെൻഷണൽ വാർഹെഡ്സും ഒക്കെ ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മിസൈലാണ് Agni-4. നമ്മുടെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ അവരാണ് ഈ മിസൈലൊക്കെ ഓപ്പറേഷണലൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിൻ്റെ ഭാഗമാണ് Agni-4 എന്നൊക്കെ മനസ്സിലാക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.